ഇപ്പൊ ഒരു മാറ്റം വരണം അല്ലെങ്കിൽ സന്തോഷ് വർക്കിന്ന് അറിയപ്പെടണം എന്ന് പറഞ്ഞു. ഇപ്പൊ പക്ഷെ ഇപ്പോഴും നമ്മൾ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ ലാസ്റ്റ് ഒരു ചർച്ചയിലും പറയണ്ടായിരുന്നു 7 മണിക്ക് ശേഷം ചെയ്യുന്ന വീഡിയോസിനെ പറ്റി. അത് ഇപ്പൊ തുടർന്നും 1-2 തവണ ചെയ്തിട്ടുള്ള തോന്നി. അപ്പൊ ആ ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ പിന്നെയും ആറാട്ടണിലേക്ക് പോവല്ലേ? കാരണം നമുക്ക് 2 ഓഡിയൻസ് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ക്ലാസ് മാത്രം ഉണ്ടായിരിക്കില്ല. ഇപ്പൊ തമിഴ്നാട്ടിലെ പട്ടന്മാർക്ക് ക്ലാസ് ഓഡിയൻസ് മാത്രം സപ്പോർട്ട് ഉണ്ടായി, 2 ഓഡിയൻസ് സപ്പോർട്ട് ഇല്ല. ഈ വിവരമുള്ള ആൾക്കാർ കുറവാണ്, 2 പേരും സപ്പോർട്ട് വേണം, മാസാണ് കൂടുതൽ. അല്ല സപ്പോർട്ടല്ല, കമന്റുകളല്ലേ? അത് PR വർക്കാണ്, ബ്രാൻഡ് ഒന്നും. അത് നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ന്യൂട്ടനെ കുറിച്ചോ ഐസിനെ കുറിച്ചോ എന്ത് പറഞ്ഞാലും തരുവില്ല. അത് കുറച്ച് പ്ലാൻഡ് PR വർക്കാണ്. ചില ഫാൻസിയാർ കുഴപ്പം. ഇപ്പൊ മോഡേൺ ഫാൻസി എനിക്ക് എപ്പോഴും നെഗറ്റീവ് ആയിരുന്നു. അല്ല അത് തെരുവിൽ കാരണം ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നോണ്ടായിരിക്കില്ലേ? അത് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിപ്പോൾ അവർ ഈ ഫാൻസിയാരാണ് എൻ്റെ മെയിൻ സബ്സ്ക്രൈബേഴ്സ്. അവർ ബ്ലൈൻഡാണ്, കാര്യങ്ങൾ അവർ റീസൺ ചെയ്യില്ല. അവരുടെ ഹീറോനെ കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറയാൻ പാടില്ല. ഇതൊരു മനുഷ്യരാണ്, നെഗറ്റീവ് പറയാൻ പാടില്ല. അങ്ങനെ കുറച്ച് പ്രശ്നം വന്നിട്ട് ഞാൻ കുറച്ചുകൂടി ഇമേജ് കോൺഷ്യസ് ആവണേ. ഐ വാസ് ഓവർ ഫ്രാങ്ക് എന്ന് ചെയ്യുന്നു, ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇനിയുള്ള സമയത്ത് കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ട് പോകണമെന്നുണ്ട്. ഞാനിപ്പോൾ മറ്റേ വീഡിയോസ് ഇടുന്നില്ല, അങ്ങനത്തെ വീഡിയോസ് ഇടുന്നില്ല. കാരണം എനിക്ക് ഇനി ഫെയിം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫെയിം ഓൾറെഡി ആയിട്ട് കുറച്ച് ഫ്രസ്ട്രേഷൻ വരുമ്പോ അല്ലെങ്കിൽ വിഷമം വരുമ്പോഴാണ് അങ്ങനെ കുറെ ഇത് വരുന്നത് തോന്നിയിട്ടുണ്ട്. അതെ, ഇടയ്ക്ക് ഞാൻ വെറുതെ മൂഡ് ഔട്ട് ആവാറില്ല. ചില ആൾക്കാർ എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ മൂഡ് ഔട്ട് ആണ്. അപ്പോഴാണ് സത്യങ്ങൾ കൂടുതൽ പറയുന്നത്. നമ്മളെ മൂഡ് ഔട്ട് ആവുകയാണ് ഏറ്റവും കൂടുതൽ സത്യങ്ങൾ പറയുന്നത്. അല്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് വേറൊരാൾ താങ്കളെ പറ്റി കുറ്റം പറഞ്ഞാൽ അത് ഭയങ്കര ഹേർട്ടാവുന്ന ഒരാളാണ്. ഹേർട്ടാവുന്ന എനിക്ക് ഹേർട്ടാവാറുണ്ട്. അത് പല കാര്യങ്ങളും. ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ ഫാദറിൽ വെച്ച് വേണ്ട പുള്ളിയെ കുറിച്ച് പറയുന്നത് ഹേർട്ടാവും. അങ്ങനെ ഹേർട്ടാവുന്നുണ്ട്. എന്നെ ഒരു പത്ര കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറയുമ്പോൾ കൂടുതൽ പ്രശ്നമാണ്. അവർ പറഞ്ഞ സത്യമാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്ത കാര്യങ്ങളാണ്. അല്ല, ഇപ്പം എനിക്കറിയാം, ഞാൻ ഇങ്ങനത്തെ പേഴ്സൺ അല്ല, എനിക്കറിയാം. പക്ഷേ ഇവർ കാണുന്ന വേറെ രീതിയിലാണ്. അതിലേക്ക് വിഷമമുണ്ട്. കാരണം അവർ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വിഷമമാണ്. മേ ബി എൻ്റെ പേഴ്സണാലിറ്റി കുഴപ്പമില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ടാവും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ്. അപ്പൊ ഇപ്പൊ താങ്കളുടെ സിനിമയുടെ ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ടീച്ചറോ കാണുമ്പോൾ അത് വിജയമായിരിക്കോ പരാജയമായിരിക്കോ ചിന്തിക്കാറുണ്ടോ? പറയാൻ പറ്റും. ഇപ്പൊ മലയക്കൊട്ട് വാളിപ്പൻ നല്ല ഫിലിമായിരുന്നു. ഫ്ലോപ്പ് ആവുന്ന നേരത്തെ ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ പാട്ട് കളിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇന്നത്തെ കാലത്ത് പടം പറഞ്ഞ് 2 കാര്യം: ഒന്ന് ലാഗ് വരാൻ പാടില്ല, പിന്നെ മാർക്കറ്റ് ചെയ്യാൻ. മലയക്കൊട്ട് വാളിപ്പൻ ഫ്ലോപ്പ് ആവുന്ന നേരത്തെ ഞാൻ പറഞ്ഞു. നല്ല മൂവിയാണത്, സിനിമയുടെ എല്ലാ ഗ്രാമും തെറ്റിച്ച നല്ലൊരു മൂവിയാണ്. പക്ഷെ അത് ഓടില്ല, നേരത്തെ ഉറപ്പാണ്. ഒരു ടീച്ചർ കണ്ടിട്ടില്ല. പക്ഷെ അതെന്തായാലും കൊമേഴ്സ്, ഇവരുടെ ഈ സ്റ്റാറുകളുടെ പടങ്ങളെല്ലാം കൊമേഴ്സ്യൽ വിജയിക്കും. കാരണം ഈ ഫാൻസിയൽ സപ്പോർട്ടും ഇനീഷ്യൽ കളക്ഷൻ വെച്ച് അവരുണ്ടാക്കും. ഇപ്പൊ ബിഗ് ബോസ് സീസൺ 7 നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറില്ല. ഇപ്പൊ അതിലിപ്പോ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ആളുടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അവരെ കുറിച്ച് കുറ്റപ്പെട്ട ആവശ്യമൊന്നുമില്ല. അവര് ബേബികളിൽ ജലസ്റ്റിയാണ്, അസൂയ കാരണം ആൾക്കാരൊക്കെ പറയുന്നത്. അത് അത്ര പ്രശ്നക്കാരിയായിട്ട് എനിക്ക് തോന്നുന്നു. ബിഗ് ബോസ് സീസണിലെ ഏറ്റവും കൂടുതൽ വിമർശനം നേടുന്നൊരു ഏറ്റവും കൂടുതൽ തെളിയിക്കുന്ന ആളാണല്ലോ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആണ്. അവര് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ശാരികവനെ എന്നെ ഇന്റർവ്യൂ അവര് ഡബിൾ സ്റ്റാൻഡ് കാണിച്ചു. അവര് ആദ്യം ഒരു വീഡിയോയിൽ പറയുന്നത് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ല. മോഹൻലാലിനെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് എന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞു. ആള് കൊണ്ട് ബോൾഡൊക്കെയാണ്. എനിക്കറിയാവുന്നതാണ്, എന്നെ മൈറ്റുള്ള ഒരു വീടാണ്. എല്ലാവരും എനിക്ക് അറിയില്ല, എനിക്ക് പല ആൾക്കാരെ അറിയില്ല. അറിയാവുന്ന ആൾക്കാർ 3-4 പേരൊക്കെയാണ്. എനിക്കിപ്പോ തോന്നുന്നത് രേണു സുധി തന്നെയാണ്. ഇനി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പെരേര കയറുമെന്ന് അറിയില്ല. അല്ല, ഞാൻ കയറാൻ സാധ്യതയില്ല. താല്പര്യമില്ല, സാധ്യതയില്ല. നോക്കട്ടെ, വരാതെ നോക്കാം, അപ്പൊ തീരുമാനിക്കാം. പിന്നെ അനുമോളുണ്ട്. അനുമോളെ പറ്റി എന്താണ്? അനുമോളേക്ക് അറിയില്ല. എനിക്കെന്നെ പെരേര ആരാന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച ആളല്ലേ. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ അധികം അറിയില്ല. ഈ രേണു സുധി സിമ്പതി കൊണ്ട്, സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സിമ്പതി കൊണ്ട് വോട്ട് കിട്ടാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു PR വർക്ക് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
എനിക്കറിയില്ല അത് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് അവരെ അറിയില്ല. സിമ്പതിയുടെ പുറത്ത് കപ്പടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വിജയം കണ്ടെത്തുക എന്നുള്ളത് ശരിയാണെന്ന് തോന്നുന്നു. ഞാൻ അവരെ വെച്ച് അധികം സ്റ്റഡി ചെയ്തില്ല. മൊത്തത്തില് ചെയ്യുന്ന ശരിയല്ല, അങ്ങനെ ചെയ്യുന്ന ശരിയല്ല. പക്ഷെ അവരാണ് ചെയ്യുന്നില്ല എനിക്കറിയില്ല. ഇപ്പൊ ചില ഇന്റർവ്യൂവിനാൽ പോകുമ്പോൾ ആൾക്കാർ ഇമോഷണൽ ആകാൻ പറയും, കരയാൻ പറയും. അത് വളരെ മോശമാണ്. അത് നാച്ചുറലായിട്ട് കരയാൻ കുഴപ്പമില്ല. ആർട്ടിഫിഷ്യൽ കരയാനുള്ള എന്താ പല മീഡിയയിലാണ് പറയാനുണ്ട്. എനിക്കതിന് യോജിപ്പില്ല. സെന്റിമെന്റ്സ് ഒരിക്കലും കൊമേഴ്ഷ്യലൈസ് ചെയ്യരുത്. സെന്റിമെന്റ്സ് ഒരിക്കലും കൊമേഴ്ഷ്യലൈസ് ചെയ്ത് തന്നെ പറയാം. അത് എന്നാലും അതിൽ ഒരിക്കൽ പറയുന്നത് എൻ്റെ ഫാദർ 50 വയസ്സായിട്ടുള്ളൂ, എപ്പം തട്ടി പോകാൻ പുള്ളിക്ക് സ്വത്ത് കിട്ടും. 2 ആഴ്ചയിൽ ഒരു വീഡിയോയിൽ പുള്ളി പറയുന്നത് പുള്ളി അച്ഛനെ കാണാൻ പറ്റാണ് കരയും. എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളി ടിപ്പിക്കൽ 2K കിട്ടാണ്. ഇപ്പം ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അയാൾക്ക് വേറെ ഒരു കാര്യത്തിൽ കാശലുണ്ട്, പക്ഷേ സ്വന്തം അമ്മൂമ്മയെ ആശ്രയിച്ച് കൊണ്ടുപോകുന്ന കാശിലാവും. ടിപ്പിക്കൽ 2K കിട്ടാണ്. വളരെ ജലസി പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്യുന്ന പ്രശ്നം കണ്ടുകൊണ്ടാണ് പോകാറ്. അതിനെക്കുറിച്ച് ഞങ്ങൾ നെറ്റ്വൂറിൽ കണ്ടപ്പോൾ ഏതോടത്തിന് വീഡിയോ ഇട്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ പറയുന്നത് പോയില്ല. പോകാതാണ് പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് പോകാതെ. പക്ഷെ അവിടെ പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോകാത്തത്. അല്ലെങ്കിൽ പോയാൽ പക്ഷെ നേരത്തെ അതിന് മുമ്പ് പറഞ്ഞു പുള്ളിക്ക് എന്തോ മെന്റൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ളവര് മെന്റൽ ഇഷ്യൂ അല്ല, മെന്റൽ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പുള്ളിക്ക് ബുദ്ധിപരമായിട്ട് എന്താ പല ആൾക്കാർ ഡൗൺ സിൻഡ്രോമാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. ബേസിക്കലി ആ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ആ ഫെയിം ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്, ഫെയിം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്രശ്നം വരുന്നുണ്ട്. പണ്ടത്തെ റിയാക്റ്റീവ് പണ്ട് വീട്ടിൽ മാത്രമേ റിയാക്റ്റീവ്. പുള്ളികൾ വീട്ടിൽ പ്രശ്നമായി, പക്ഷെ പുറത്ത് മാനിനായി. ഇപ്പൊ പുറത്ത് പ്രശ്നമായിരിക്കാം. ഇപ്പൊ താങ്കളുടെ ലൈഫില് താങ്കളെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? ഏറ്റവും പേടിക്കുന്ന അതായത് മദറിനെ സംഭവിക്കാൻ പേടിയുണ്ട്. കാരണം പുള്ളിക്കത്തിയും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അറിവില്ല. എത്ര വയസ്സുണ്ടാവും? 74 വയസ്സുണ്ട്. അവ പുള്ളിക്കത്തിലെ കാലം കഴിഞ്ഞ് എനിക്ക് അറിയില്ലാത്തൊരവസ്ഥയാണ്. കുക്കിംഗ് വാഷിംഗ് പുള്ളിക്കത്ത് ചെയ്യും. പക്ഷേ ഈ ടാക്സ് അടിക്കുക, ബില്ല് അടിക്കുക, അങ്ങനെ പലതും ഉണ്ടല്ലോ. അങ്ങനത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എൻ്റെ പേരിലാണ്. ഞാനെല്ലാം ചെയ്യണം. ഇപ്പൊ അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. ഞാനും മാത്രമേ ഉള്ളൂ. അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, PhD ചെയ്യണം, സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കണം. പണ്ടും പറഞ്ഞ പോലെ ആകെ ഫ്രൈഡേ മാത്രമാണ് മന്ദഡേയിൽ പോകുന്നത്. അതായത് ഇത് പെരേരയ്ക്ക് രാവിലെ ഒരു വൈകുന്നേരം വരെ ഇത് മാത്രമായിട്ട് നടക്കണം. ഇന്നലെ പോയിട്ടേ രാവിലെ ഒരു വൈകുന്നേരം വരെ പെരേരയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ. എനിക്കാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോയി കാണാൻ യാതൊരു കുഴപ്പമില്ല. ടിക്കറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിന് ശേഷം ഈ അടുത്തറിഞ്ഞാണ് ടിക്കറ്റ് ഉണ്ടെങ്കിലും ആളെ കയറ്റരുത്. അങ്ങനെ അത് ഒട്ടും അത് ലീഗലി കട്ടറില്ല. എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാണാം, ഒരാളുടെ റിവ്യൂ മാത്രം ബാൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് കളി കണക്കുണ്ട്, സിനിമാക്കാർ കളിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നിന്നോട് ഇപ്പൊ സാന്ദ്ര തോമസ് ഒതുക്കാൻ തോന്നുന്നില്ലേ, അതുപോലെ നിന്ന് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ സാന്ദ്ര തോമസ് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ വിട്ടു. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. ഇപ്പൊ അമ്മ ഇലക്ഷൻ വരാൻ പോവാണ്, അതേപോലെ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇലക്ഷൻ വരാൻ പോവാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അന്ന് സാന്ദ്ര അത് കോമ്പറ്റ് ചെയ്യാൻ ചാൻസ് കൊടുക്കുന്നതായിരുന്നു. അവർ മത്സരിച്ചാണ് തോപ്പിക്കേണ്ടത്, അത് ഇങ്ങനെയല്ല. അവർ പറഞ്ഞ സത്യങ്ങളാണ്. ഇപ്പൊ അമ്മാണ് ഓലീസ് പറഞ്ഞാൽ ഓലീസിനെ ആവശ്യമില്ല. അത് തുടങ്ങിയ കാലം കൂടെ പ്രശ്നമാണ്. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഭാഗത്ത് സുകുമാരൻ്റെ അന്ന് ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. ആ അസോസിയേഷൻ എന്ത് പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ടു. പിന്നെ 5,000 രൂപ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് 5,000 കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് പ്രശ്നങ്ങൾ മാത്രമേ അമ്മ ഓലീസ് ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിന്റെ ആവശ്യമില്ല. ഒരു ഗുണവുമില്ല അതുകൊണ്ട്. കണക്കിന് മമ്മൂട്ടി മോഡൽ ഉണ്ടായിരുന്നപ്പോൾ അപ്പല്ലേ ഇപ്പൊ ഈ പുതിയ ആൾക്കാരുടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇവൻ ശ്വേതാമേന്റെ കേസ് വളരെ ബാലിശമായ കാര്യമാണ്. സിനിമയിൽ അഭിനയിച്ചത് കഥാപാത്രമാണ്, അതായത് ആണല്ല. അയാൾ കൊടുത്ത കേസ് ഒരു ലോജിക്കില്ലാത്ത കേസാണ്, ഒരു യുക്തിയില്ലാത്ത കേസാണ്. ലേഡീസ് തന്നെ ശ്വേതാമേനോട് അങ്ങനെ ആരും വരുന്നേക്കുന്നില്ല. കാരണം ഇവിടെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് പോലും ലേഡി അല്ല, പെണ്ണുങ്ങൾ വരട്ടെ അതൊക്കെയാണുള്ളത്. പിന്നെ അതേപോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും സാന്ദ്ര തോമസ് ആയിട്ട് അവർ വളരെ ജെന്യൂനാണ്. എല്ലാം ജെന്യൂനായിട്ട് അവരവിടേക്ക് ഏറ്റുന്നുള്ളത്. ഇവർ സിനിമയിൽ ഒരുപാട് ലോബികളും കുറെ മെന്റൽ ഗെയിംസും നടക്കുന്നുണ്ട്. ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് ദിലീപിനെ തിരിച്ച് അമ്മയിലേക്ക് എടുക്കണം എന്നുള്ളത്.
താങ്കളുടെ ഒരു അഭിപ്രായം? അത് സിദ്ദിഖ് പണ്ട് പറഞ്ഞ പോലെ ദിലീപ് കുറ്റാരോപണമാണ്. ദിലീപ് കുറ്റം ചെയ്തില്ലെന്ന് അറിയില്ല. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പറയുന്നത് ട്രാപ്പാ പറയുന്നു, ഞാൻ 50-50 50 പുള്ളി ചെയ്യാൻ സാധ്യതയില്ല, 50 ചെയ്യാൻ സാധ്യതയില്ല, ട്രാപ്പോ സാധ്യതയില്ല. എന്താണ് കാര്യം പുള്ളിക്ക് അറിയാം. അത് എന്താണ് ഒരു ഐഡിയ കിട്ടുന്നില്ല. അതല്ല, അഡ്വക്കേറ്റിന്റെ കളിയാണ്. അഡ്വക്കേറ്റ് കളി എന്താ സത്യം എന്ന് നമുക്കറിയില്ല. ഈ വേടന്റെ കേസിൽ ഇപ്പൊ വേടന് എന്താണ് നടന്നത്, മ്യൂച്വൽ കൺസെന്റിലാണോ അയ്യോ എന്ന് അറിയില്ല. അപ്പൊ എന്താ സത്യാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. ഇവൻ ലീഗലി ആണെങ്കിൽ പോലും ഇവര് പല ആൾക്കാരും രക്ഷപ്പെട്ടുന്നുണ്ട്. കള്ളത്തം ചെയ്തിട്ടും ഇത് ചെയ്ത് രക്ഷപ്പെട്ടുന്നുണ്ട്. നമ്മുടെ ജുഡീഷ്യറി അങ്ങനെയാണ്. ഇപ്പൊ ക്രിക്കറ്റ് കൊണ്ട് കോഴവാദം അസൂർദ്ദീൻ ആളുടെ അയാൾ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും അറിയാം. പക്ഷെ അയാൾക്ക് രക്ഷപ്പെട്ടു. അപ്പൊ കോടതിയിൽ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെറ്റ് ചെയ്തതിലും രക്ഷപ്പെടുന്നു. കാരണം ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് രക്ഷപ്പെടാൻ. ഇപ്പൊ ഒരുപാട് സിനിമ മേഖലയിൽ തന്നെ ഇപ്പൊ ദിലീപിന്റെ കേസ് മാത്രമാണ് ഇപ്പൊ ഇത്രയും വർഷത്തോളം മീഡിയ കൊണ്ടുവന്നാണ്. മീഡിയ ആണ് എത്രയാ പണ്ട് ഇതിനെക്കാട്ട് പട സംഭവം നടന്നിട്ട് അതൊന്നും അത് പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ അതിനുശേഷം ഹേമ കമ്മിറ്റി ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പേരിൽ ഈ പറയുന്ന പെണ്ണ് കേസുകൾ വന്നു. പക്ഷെ അതെല്ലാം പോയി, അതെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ അമ്മേന്റെ പല ആൾക്കാർ രാജിവെക്കാൻ തന്നെ കാരണം ഈ ഹേമ കമ്മിറ്റി മേടിച്ചിട്ട് തന്നെയാണ്. ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് വരുന്നില്ല, അത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ മന്ത്രിസഭ വരെ ഒരു പെണ്ണ് കാരണം മാറിപ്പോയതാണ്. അത് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതെ, അതും ശരിയായ വളരെ അങ്ങനെയാണ്. ഓക്കെ, സ്ത്രീവിഷയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഡോൾഫ് ഹിറ്റ്ലറിനെക്കാട് മോശക്കാരനെ ആൾക്കാരുടെ ചിത്രീകരിക്കുന്നത് ബിൽ ക്ലിന്റണാണ്. ഒരു സ്ത്രീ വിഷയം വന്നതിന് പോക്കാണ്, ഒരാണിന് അത് വന്നതിന് ഭയങ്കര പ്രശ്നമാണ്. ബിൽ ക്ലിന്റണാണ് ഏറ്റവും മോശക്കാരനെ എടുക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലറിനേക്കാൾ. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. അത് വുമൺ കാർഡ് കുറേ കളിക്കുന്നുണ്ട്. ഇപ്പോൾ നിയമം മാനിപ്പുലേറ്റ് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പെണ്ണിനെ വെച്ച് നമുക്ക് ഒരു ആളാണ്. എന്റെ പേരിൽ തന്നെ ട്രാൻസ്ജെൻഡർ കേസ് വന്നു. ആ വ്യക്തിയെ കണ്ടിട്ടില്ല, കാണാത്ത ആളെ കണ്ടുകൊള്ളുമില്ല. ഒരാളുടെ ജീവനങ്ങളെ ഒരു കുഴപ്പമില്ല, വളരെ നിയമം മിസ്യൂസ് ചെയ്യാണ്. അപ്പൊ സ്ത്രീകൾ മുന്നോട്ട് വരണം എല്ലാം സംഭവിക്കും. പക്ഷെ എന്താ ഒപ്പം ഇന്ന് ആളുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു പെണ്ണിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് മതി കിട്ടുന്ന അറിയില്ല.